FCRA നിയമം എന്നുള്ള സാങ്കേതിക പ്രശ്നമാണോ CPM ഉന്നയിക്കുന്നത്, അതോ പ്രതിപക്ഷ നേതാവ് അഴിമതി നടത്തിയെന്നാണോ CSK സതീഷ്? എന്ന് പറഞ്ഞാൽ ആ പണം ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹം അടിച്ചുമാറ്റി എന്ന ആരോപണം CPM-നുണ്ടോ? തീർച്ചയായും അദ്ദേഹം ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഏത് വിധേന ചെലവഴിച്ചു എന്നും 229 വീടിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ച അതാണ്. 229 വീടുകൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞു. ഇത്തരം ചർച്ചകളിലും VD സതീശനുമെല്ലാം അത് വെളിപ്പെടുത്താം എന്നെല്ലാം പറഞ്ഞു. പിന്നീട് അത് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. എവിടെയാണ്, ആർക്കാണ് നിർമ്മിച്ചു കൊടുത്തതെന്നൊന്നും പറയുന്നില്ല. ഇതിന്റെ ഒന്നും കണക്കുകളോ മറ്റൊന്നുമില്ല. സതീശൻ വെല്ലുവിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും ഇതെല്ലാം എന്നാണ്. വിധേയമാക്കുമെന്നാണ്. ഗവൺമെന്റ് ഓഡിറ്റിംഗ് ആണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പറയട്ടെ, സർക്കാരിന്റെ അതേ വിജിലൻസ് പറയുകയാണ് അഴിമതി നിരോധന നിയമപ്രകാരം സെക്ഷൻ 7(7)A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ VD സതീശൻ ചെയ്തത് കണ്ടെത്തിയിട്ടില്ല എന്ന് സർക്കാർ വിജിലൻസ് തന്നെ പറയല്ലേ? പിന്നെയും CPM എന്തുകൊണ്ടാണ് പ്രതിപക്ഷ അഴിമതി കാട്ടിയെന്ന സംശയം? അതായത് താങ്കൾ നേരത്തെ സ്പെസിഫിക് ആയി ഉന്നയിച്ച സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ പറഞ്ഞ കാര്യം. നേരെ മറിച്ച് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന CBI ശുപാർശ എന്ന് പറയുന്നത് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ, ആ പണം അദ്ദേഹം നേരിട്ടാണോ കൈകാര്യം ചെയ്തത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രമാണ് അതിൽ വരുന്നത്. അല്ല സർ, എന്നാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അല്ല, താങ്കൾ പറഞ്ഞ സാങ്കേതികത്വമാണ് എന്ന് പറഞ്ഞാൽ FCR ആണ്. FCRയും അഴിമതിയും രണ്ടാണ്. FCR സാങ്കേതിക പ്രശ്നമാണ്, അത് നമുക്ക് ഉറപ്പായി ചർച്ച ചെയ്യാം. അതിനേക്കാൾ പ്രധാനം സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ നേതാവ്, രാഷ്ട്രീയ നേതാവ് അഴിമതി നടത്തിയെന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണല്ലോ അത്. എന്ന് പറഞ്ഞാൽ വീട് വാങ്ങാൻ എന്ന് പണം വാങ്ങി പുട്ടടിച്ചു എന്നാണല്ലോ അതിനർത്ഥം. പുട്ടടിച്ചിട്ടില്ലെന്ന് പറയുന്നത് വിജിലൻസ് ആണ്. അങ്ങനെ അഴിമതി പ്രകാരമുള്ള ഒന്നും കണ്ടെത്തിയിട്ട് ഇപ്പോൾ സ്പീക്കറുടെ ചോദ്യത്തിനാവട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനാവട്ടെ ആരായാലും അന്വേഷിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ട് വിജിലൻസ് റിപ്പോർട്ടാണല്ലോ, സംസ്ഥാനത്തെ ആധികാരികമായ അഴിമതി വിരുദ്ധ ഏജൻസി അല്ലേ? ആ ഏജൻസി പറയുകയാണ് ഈ പ്രതിപക്ഷ നേതാവ് അഴിമതി നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ ആരോപിക്കാൻ പറ്റുക? അത് വിജിലൻസിന്റെ യഥാർത്ഥത്തിൽ ഈ അന്വേഷണം, വിജിലൻസിന്റെ വിവിധ രീതിയിലുള്ള അന്വേഷണമുണ്ട്. രഹസ്യാന്വേഷണമുണ്ട്, രേഖകൾ പരിശോധിക്കലുണ്ട്, പ്രിലിമിനറി എൻക്വയറി ഉണ്ട്, അതുപോലെ തന്നെ അന്വേഷണമുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായി വന്ന റിപ്പോർട്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്. UDF-ന്റെ പ്രതിനിധി ഉൾപ്പെടെ, കോൺഗ്രസ്സുകാരുൾപ്പെടെ, ശ്രീ VD സതീശൻ ഉൾപ്പെടെ മറുപടി പറയേണ്ട പ്രശ്നം എന്താണ്? VD സതീശൻ വിദേശത്ത് പോയി പണം സ്വീകരിച്ചിട്ടുണ്ടോ, പണം പിരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ആ ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി ഇല്ല.